ടോട്ടൽ എന്താണ് ബയോളജി പേപ്പറിന് പറയാനുള്ളത്? അതൊരു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പറയുന്ന ഡൗട്ടോട് കൂടി നോക്കാറുണ്ട് ഇതൊക്കെ വരുമോ എന്നുള്ള രീതിയിലാണ്. എക്സാക്ട് ലൈന് അതുപോലെ തന്നെ നീറ്റിന്റെ ചോദിച്ചിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് എൻസിആർടിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ട്? പുറത്തേക്ക് നമുക്ക് അങ്ങനെ ആസച്ച് ഒന്നും പറയാറില്ല. എന്താണ് നെക്സ്റ്റ് ഇയറിലെ ബയോളജി പഠിപ്പിക്കുന്ന പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാണ്ടോ? ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കണം. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒന്നും വേണ്ട രൂപത്തിലുള്ള സമയം ഇല്ലാത്തത് കാരണം ബയോളജി ടഫറായിട്ട് കുറച്ചുകൂടി തോന്നി. കഴിഞ്ഞ വർഷത്തെ പേപ്പറായിട്ട് അനലൈസ് ചെയ്ത് നോക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് മോർ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേപ്പറായിരുന്നു. ശരിയാവാൻ ചാൻസ് ഉള്ള 2-3 ഓപ്ഷൻസ് നമ്മൾ ഒന്നും കൂടി വർക്ക് ചെയ്തിട്ട് കിട്ടേണ്ട രീതിയിലുള്ള ആൻസേഴ്സ് ആയിരുന്നു അവിടെ വന്നത്. ഇപ്പോൾ +2 പഠിച്ചിട്ട് അടുത്ത വർഷം എഴുതാൻ പോകുന്നതാണ്. ഇവിടെ എന്താ പറയാനുള്ളത്? നമ്മൾ ക്വസ്റ്റ്യൻസ് MCQs ഡെഫിനറ്റ്ലി ചെയ്യണം. അതിന്റെ കൂടെ തന്നെ NCERT പിന്നിലുള്ള ആ ഒരു എക്സസൈസ്. കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ജനറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ റാങ്കിൽ ബാക്കൗട്ട് ആയി എന്നുള്ളതല്ല, റാങ്ക് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ബയോളജിൻ്റെ അനാലിസിലേക്ക് വരികയാണ്. നമ്മുടെ കൂടെ നമ്മുടെ ബയോളജി ഫാക്കൽറ്റി ആയിട്ടുള്ള ആനന്ദ് സാറാണ്. ആൻഡ് ബിഫോർ ഗോയിങ് ടു ഡിസ്കഷൻ എനിക്ക് സ്റ്റുഡൻസ് പറഞ്ഞതുപോലെ ആനന്ദ് സാറിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനുണ്ട്. സ്റ്റുഡൻസ് പ്രത്യേകം പറഞ്ഞത് ആനന്ദ് സാറിന് ഷെയ്ക്കാൻ കൊടുക്കണം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ആനന്ദ് സാർ എക്സാക്ട്ലി നമ്മുടെ മോഡൽ പേപ്പറിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ സാർ എന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ ചോദിച്ചു. അതേപോലെ തന്നെ ഗസ് ചെയ്തിരിക്കുന്ന സാർ പറഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ സാർ തന്നെ പറഞ്ഞോളൂ. എന്താ നമ്മുടെ ജസ്റ്റ് ഓരോ ചാപ്റ്റർ തുടങ്ങുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരാറുണ്ട്. ഓക്കെ, സോ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ് എടുക്കാൻ പോകുന്നതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയും ഇതിങ്ങനെയാണ്, ഇതിന്റെ മീനിങ് ഇതാണ്. അപ്പോൾ അതിനെ ഡൗട്ടോട് കൂടി നോക്കാറുണ്ട് ഇതൊക്കെ വരുമോ എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, അത് എക്സാക്ട് ലൈന് അതുപോലെ തന്നെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ ഫാക്കൽറ്റീസ് പറഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് NCERT അല്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അവർ തന്നെ ഇൻട്രൊഡക്ഷന്റെ പാർട്ട് എടുത്ത് നോക്കിയ സമയത്ത് കിട്ടി എന്നുള്ളതാണ്. എക്സലന്റ് ആണ്. സോ ഇൻ ടോട്ടൽ എന്താണ് ബയോളജി പേപ്പറിന് പറയാനുള്ളത്? സോ ബയോളജി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി ആയിരുന്നില്ല. അതൊരു മോഡറേറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിന്റെ ആ ഒരു യൂണിറ്റിന്റെ ഇൻട്രോ തൊട്ടിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് വരെ കംപ്ലീറ്റ്ലി വായിച്ച ആൾക്ക് മാത്രമേ ബയോളജി നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് NCERT പുറത്തേക്ക് പോയിട്ടുണ്ട്? പുറത്തേക്ക് നമുക്ക് അങ്ങനെ ആസച്ച് ഒന്നും പറയാറില്ല. ഇപ്പൊ നമ്മളൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഒരു ആഡിങ് എ ചെറി ഓൺ ദ ടോപ്പ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ എല്ലാ ഫാക്കൽറ്റീസും കവർ. ഇപ്പൊ ബയോളജി ഡിപ്പാർട്ട്മെന്റിൽ പറയാം, ഷിബ്ലി സാർ ആയാലും ഉനി സാർ ആയാലും ജിതു മാം ആയാലും ആരായാലും അത് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. എക്സ്ട്രാ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ആ കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയിട്ട് അങ്ങനത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പറയാത്ത ഒരു കാര്യങ്ങളും ബയോളജി ചോദിച്ചിട്ടില്ല എന്നുള്ളത് കോൺഫിഡന്റ് ആയിട്ട് പറയാം. സോ എന്താണ് നെക്സ്റ്റ് ഇയറിലെ ബയോളജി പഠിപ്പിക്കുന്ന പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനുണ്ടോ? ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കണം. ആ ടെക്സ്റ്റ് ഫുൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, നല്ലപോലെ ബൈഹേർട്ടിംഗ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് ക്ലിയർ ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി വിൽ ഡു മോർ എഫിഷ്യൻ്റ്ലി. നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാ വർഷവും നമ്മുടെ എഫിക്കസി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്യും. സ്റ്റിൽ നമുക്ക് ഈ വർഷം ഇത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരുന്നു അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മുടെ ജനറ്റിക്സിലെ പ്രോബ്ലംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഒന്നും കൂടി നമ്മളിത് ഇൻക്രീസ് ചെയ്യാം അടുത്ത പോലത്തേക്ക്. ഡെഫിനറ്റ്ലി. അപ്പോൾ ഇപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ബയോളജി NCERT പുറത്തേക്ക് പോകാന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ചില ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഞങ്ങൾ പോയോ തോന്നിപ്പോവും, ബട്ട് സ്റ്റിൽ പോയിട്ടില്ല. അതിൻ്റെ ഇൻട്രൊഡക്ഷനിലോ അവരുടെ കൺക്ലൂഷനിലോ ഒക്കെ വരുന്ന കാര്യങ്ങളും പിന്നെ അതിലുള്ള കാര്യങ്ങൾ തന്നെ റൂൾ ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ബയോളജി പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് സ്റ്റിക്ക് ഓൺ ടു NCERT. പ്രീവിയസ് എന്താ പറയുക, നീറ്റിൻ്റെ പഴയ റൂള് തന്നെയാണ്. ബയോളജിൻ്റെ കേസിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ഈ വർഷം കുറച്ച് ലെങ്തി എന്താ പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എല്ലാ പ്രാവശ്യം വരുന്നത് പോലെ തന്നെ കുറച്ച് ലെങ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ബട്ട് കുറച്ച് കൺഫ്യൂസിങ് ആയി. എനിക്ക് തോന്നിയത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒന്നും വേണ്ട രൂപത്തിലുള്ള സമയം ഇല്ലാത്തത് കാരണം ബയോളജി ടഫറായിട്ട് കുറച്ചുകൂടി തോന്നിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അല്ലേ. വേറെ എന്താണ് കഴിഞ്ഞ വർഷത്തെ പേപ്പറായിട്ട് അനലൈസ് ചെയ്ത് നോക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് വാസ് മോർ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേപ്പറായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇറ്റ് വാസ് നല്ല ഈസി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പെട്ടെന്ന് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വലിയ ടിസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റിയ രൂപത്തിലായിരുന്നു അല്ലേ. ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂസിങ് അല്ലായിരുന്നു. മാത്സ് ഫോളോയിങ് കാണുന്ന തന്നെ ഒന്നേ കറക്റ്റൊക്കെ ആയി വരുള്ളൂ. ആക്സിഡന്റലി പോലും ഒരാൾ തെറ്റിപ്പോകില്ല എന്നുള്ള രൂപത്തിലായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയല്ല, ശരിയാവാൻ ചാൻസ് ഉള്ള 2-3 ഓപ്ഷൻസ് നമ്മൾ ഒന്നും കൂടി നമുക്ക് ഒരു വർക്ക് ചെയ്തിട്ട് കിട്ടേണ്ട രീതിയിലുള്ള ആൻസേഴ്സ് ആയിരുന്നു അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പുതിയതായിട്ട് ഈ കോച്ചിങ്ങിന് കിടന്ന് ബയോളജിയിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാന്ന് സാറും പറഞ്ഞു. ആൻഡ് എസ്പെഷ്യലി സാറും ഷിബ്ലി സാറൊക്കെ ഗസ് ചെയ്ത് അതേ ക്വസ്റ്റ്യൻസ് വന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നല്ലേ അല്ലേ. ഈ പുതിയതായി പഠിക്കാൻ പോകുന്ന പിള്ളേർ +2 കഴിഞ്ഞ് റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിച്ചിട്ട് അടുത്ത വർഷം എഴുതാൻ പോകുന്നതാണ്, അവരോട് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഈ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ വിചാരിക്കും ഓക്കെ തിയറി മാത്രം മതി, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ അവർ MCQs മാത്രമായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് MCQs ഡെഫിനറ്റ്ലി ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ NCERT പിന്നിലുള്ള ആ ഒരു എക്സസൈസ് അത് വെറുതെ വിടാനുള്ളതല്ല. ഡെഫിനറ്റ്ലി
അത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. സോ നമ്മുടെ ബയോളജിയുടെ ഫാക്കൽറ്റിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് NCERT ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോയാൽ മതി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിലേക്കും ആ തിയറിയിലേക്കും മാത്രം പോയാൽ പോരാ, ക്വസ്റ്റ്യൻ ട്വിസ്റ്റഡ് ആയിട്ട് തന്നെ നോക്കണം. ആൻസർ വെരി ക്ലോസ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലേക്കുള്ള ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇട്ട്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാംസിലൊക്കെ ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തിനാത്ര ട്വിസ്റ്റിംഗ് ബയോളജി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നല്ലേ പിള്ളേർ. സോ അതിനൊക്കെ വാല്യൂ കിട്ടുന്ന രൂപത്തിലേക്ക് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആസ് എ ബയോളജി ഫാക്കൽറ്റി, ആസ് എ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൾ എന്ന രൂപത്തിലേക്കൊക്കെ എനിക്കും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ കാര്യം തന്നെയാണ്. ബയോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും ബയോളജിയിലെ ടീച്ചിങ് സ്റ്റൈലിൽ കണ്ടപ്പോഴും മാത്രമല്ല ബയോളജിയിലെ കുട്ടികൾ തിരിച്ചു വന്ന് റെസ്പോൺസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈങ് ആണ്. ആൻഡ് ഓൾസോ ഇവരിപ്പം ഇന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, റിമൂവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? യെസ്, ഡെഫിനറ്റ്ലി. നമ്മുടെ ജനറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പെഡിഗ്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി അവർ 2015 അവർ ഇന്ത്യക്കാർ പെഡിഗ്രി ആസെറ്റ്സ് നിർത്തിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു, ഓക്കെ ദിസ് കുഡ് ബി ആസ്ക്ഡ് എന്നുള്ള. കാരണം കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ എവല്യൂഷന്റെ ഡയഗ്രത്തിൽ ചോദിക്കുന്നത് നമുക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കയറി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡയഗ്രം നല്ല ഇമ്പോർട്ടന്റ് ആണ് രീതിയിൽ അത് എക്സാക്ട്ലി അതുപോലെ തന്നെ വരും ചെയ്തിട്ടുണ്ട്. നമ്മൾ മാരത്തോണിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതേ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് പെഡിഗ്രി സംതിങ് ലൈക്ക് അതിന് അത് പഠിപ്പിക്കുമ്പോൾ എന്തോ ഇത് വരുന്ന ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എലാബറേറ്റ് ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിലെ വർഷത്തേക്ക് ചോദിച്ച F3 അതായത് ജനറേഷൻ 3 വരുന്ന ചേഞ്ചസ് ഒക്കെ ഉള്ള രൂപത്തിലേക്കാണ് ചോദിച്ചിരുന്നല്ലേ. അപ്പോൾ അവിടെ 2 ആൻസർ ലൈക്ക് നമ്മുടെ നോട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 ആൻസർ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയിട്ടിരുന്നതാണ് നമ്മുടെ സൈഡിൽ നമുക്ക് പറയാനുള്ളത്. 2 ആൻസറും കറക്റ്റ് ആണ്. സോ കുറച്ചുകൂടി ഇൻഫർമേഷൻ തരേണ്ടിയിരുന്നു അല്ലേ. ഫീമെയിൽ മാത്രം പാസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മറ്റേതിൽ വരുന്നതാണോ അങ്ങനത്തെ ഒന്നും ഗസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് എനിക്കൊന്ന് തോന്നിയപ്പോൾ. എനിക്ക് പേഴ്സണലി 1/4 ആണോ ആൻസർ തോന്നിയപ്പോൾ ആഷിഖ് സാർ 1/2 എന്ന് പറഞ്ഞിരുന്നു. ഈ നമുക്ക് തോന്നില്ല രണ്ടും ശരിയാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതേപോലെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനിടയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോയല്ലേ. നമ്മൾ ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് നിന്ന് കാണുന്ന കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ല. അപ്പോൾ നമ്മൾ കുറേ നേരം ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് സ്റ്റെക്കായി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബയോളജി ചിലപ്പോൾ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ലേക്കാം അല്ലേ ഈ വർഷത്തേക്ക്. മേ ബി നിങ്ങൾ മിസ്സായേക്കാം. ദാറ്റ് ഡസൻ മീൻ നിങ്ങൾ റാങ്കിൽ ബാക്കൗട്ട് ആയി എന്നുള്ളതല്ല, റാങ്കൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗസ് ചെയ്യാനുള്ളത്. സോ ഈ വർഷം എഴുതിയ ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യാനുള്ള ആളുകൾ ബയോളജിൻ്റെ കേസിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റൈലിലൊന്നും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആൻഡ് കൺഫ്യൂസിങ് ആയ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ്. കാരണം നിങ്ങൾക്കുള്ള കൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആൻഡ് ഫാസ്റ്ററായി മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അല്ലേ. എന്താണ് അടുത്ത വർഷത്തെ എഴുതാൻ പോകുന്ന ആളുകൾക്ക് ഫൈനൽ ഒരു ടേക്ക് ഫ്രം ആസ് എ പാർട്ട് ഓഫ് ബയോളജി ടീച്ചർ? സ്റ്റിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള NCERT ബയോളജി ടെക്സ്റ്റ് അത് കംപ്ലീറ്റ്ലി നല്ല മനസ്സിലാക്കിയിട്ട് എല്ലാ സെൻറ്റൻസും ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ഗോ ത്രൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമുക്കുള്ളത്. സോ സ്റ്റിൽ നമ്മൾ അടുത്ത കൊല്ലം നമ്മൾ ആ ഒരു പ്ലാനിങ്ങിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇൻഡെക്സിലേക്കോ പ്രീഫേസിലേക്കോ പോകണമെന്നുള്ളതാണ് നോക്കേണ്ടതല്ലേ. ഇൻഡെക്സ് എന്ന് വല്ല ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അല്ലെങ്കിൽ ഫോർവേഡ് എന്നുള്ള തുടക്കത്തിൽ NCERT പ്രിന്റ് ചെയ്തത് ഏത് പ്രസ് എന്നാ ചോദിക്കുക എന്നുള്ളതൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ. സോ അടിപൊളിയായിട്ട് നല്ലൊരു ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള NCERT ബയോളജി ക്വസ്റ്റ്യൻസ് ബയോളജി നല്ല ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാനാണല്ലേ. കാരണം ഇവരെപ്പോഴും അത് കുറച്ചുകൂടി ടഫർ ആക്കുക എന്നുള്ളത് നല്ലതാണ്. ആസ് എ ഫാക്കൽറ്റി സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയൂല, സിമ്പിൾ ആയാലും വേണ്ടിയോ അല്ലെങ്കിൽ പ്രശ്നമായതിനെ അറിയാൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബട്ട് എപ്പോഴും നമ്മൾ എന്താ പറയുക, മോർ പ്രാക്ടീസ്, മോർ ടഫറായിട്ടുള്ള ലേണിങ്സ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ബട്ട് അത് ഒരിക്കലും കുറേ മാർക്ക് കിട്ടുക എന്നുള്ളതല്ല. റാങ്ക് വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരേ റാങ്കിലേക്ക് തന്നെ, മേ ബി നിങ്ങളത് എളുപ്പമാക്കി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉള്ള റാങ്ക് തന്നെയാണ് ടഫറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ല ലേണിങ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, അതൊരിക്കലും എപ്പോഴും നമുക്ക് പോപ്പുലേഷനിൽ അത് പ്രോഗ്രഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ 3 സബ്ജക്റ്റിൻ്റെ കൺക്ലൂഷൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കിയേക്കാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.